വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. ഇന്ന് നമ്മൾ 8ാം ക്ലാസ്സിലെ കേരള പാഠാവലിയുടെ യൂണിറ്റ് 2 കേട്ടോ, അതിൻ്റെ 1ാമത്തെ പാഠം കുഞ്ഞുങ്ങളെ നിങ്ങളുടെ കൈ ടെസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ എടുക്കണേ. യൂണിറ്റ് 2 കണ്ടോ, കലയുടെ വേരുകൾ. അതിനകത്തിൽ താഴെ കുറേ പടങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ പടങ്ങൾ ഏതൊക്കെയാണെന്ന് മാത്രമേ ആ പേജിനകത്തിൽ ചോദിച്ചിട്ടുള്ളൂ. എന്ന് വെച്ചാൽ കുറേ കലാരൂപങ്ങൾ നമുക്കിവിടെ പടത്തിൽ തന്നിട്ടുണ്ട്. ഇത് ഏതൊക്കെ കലാരൂപങ്ങളാണെന്ന് നമ്മൾ ആദ്യമേ അറിയണം. ഇനി അത് മാത്രമേ ഉള്ളൂ, നമുക്ക് കലാരൂപങ്ങൾ എന്ന് പറഞ്ഞാൽ ആ പടത്തിൽ തന്നിരിക്കുന്നത് മാത്രമേ ഉള്ളൂ, മറ്റേതൊക്കെയാണെന്ന് എഴുതാനാണ് ഫസ്റ്റ് പേജ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോക്കിയേ, കലയുടെ വേരുകൾ എന്നാണ് ചിത്രത്തിലെ കലാരൂപങ്ങൾ എന്ന് വെച്ചാൽ തെയ്യം, മാർഗംകളി, വിൽപ്പാട്ട്, പുലിക്കളി, ഒപ്പന, യക്ഷഗാനം, പടയണി എന്നിവയുടെയൊക്കെ പടം കുഞ്ഞുങ്ങളെ ആ പടത്തിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. എന്നിവയുടെയൊക്കെ പടമാണ് നമ്മുടെ ഈ പാഠത്തിൽ കൊടുത്തിരിക്കുന്നത്. കാണാൻ പറ്റുന്നുണ്ടല്ലോ, കലയുടെ വേരുകൾ എന്ന് പറയുന്ന പാഠമാണ്. അതിനകത്തിൽ കുറേ പടം കൊടുത്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്നാണ് ചോദ്യം. കുറേ കലാരൂപങ്ങളുടെ പടമാണ് കൊടുത്തിരിക്കുന്നത്. തെയ്യം, മാർഗംകളി, വിൽപ്പാട്ട്, പുലികളി, ഒപ്പന, യക്ഷഗാനം, പടയണി എന്നിവയൊക്കെയാണ് കലാരൂപങ്ങൾ. ഇനി ഇത്രയും മാത്രമേ ഉള്ളൂ നിങ്ങളെ നമ്മുടെ കലാരൂപങ്ങൾ? അല്ല അല്ലേ, മറ്റു കലാരൂപങ്ങളും ഉണ്ട്. ഏതൊക്കെയാണെന്നറിയോ? കൂടിയാട്ടം, തിരുവാതിര, മോഹിനിയാട്ടം, ഓട്ടൻതുള്ളൽ, ചാക്യാർ കൂത്ത് തുടങ്ങിയ ഒത്തിരിയും കലാരൂപങ്ങളുണ്ട്. നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും ഒരു 5 എണ്ണത്തിൻ്റെ പേര് തെറ്റുകൂടാതെ എഴുതാൻ പഠിക്കണം കേട്ടോ. ഓക്കെ ആണോ? ഈ തിരുവാതിരയൊക്കെ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് കോളേജിൽ പഠിക്കുമ്പോഴും ഒക്കെ എന്താണ് തിരുവാതിരയ്ക്ക് എപ്പോൾ ഏത് പരിപാടി ഉണ്ടെങ്കിലും തിരുവാതിരയുണ്ടോ അത് ഞങ്ങളുടെ ടീം ഉണ്ടായിരിക്കും കേട്ടോ. എന്ന് വെച്ചാൽ തിരുവാതിര കളിക്കുന്നവർക്ക് അതൊരു നിങ്ങളുടെ അമ്മമാരൊക്കെ അത് ഇതിനകത്തിലെ അമ്മമാർ കാണുന്നുണ്ടെങ്കിൽ അവർക്കറിയാം ഇല്ലേ. ഇതിനകത്ത് ഇപ്പോൾ മോഹിനിയാട്ടം പഠിച്ചവർ കാണും ഇല്ലേ, തിരുവാതിര പഠിച്ചവർ കാണും. ഇവരൊക്കെ ഈ തിരുവാതിരയുടെ പേര് കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ആരെങ്കിലും കളിക്കുന്ന കാണുമ്പോഴോ നമ്മളിങ്ങനെ നോക്കി നിൽക്കും ഇല്ലയോ. നമ്മളും ഇതുപോലൊക്കെ കളിച്ചതാണ്. അപ്പോൾ ഇവിടെ ഇത്രയേ ഉള്ളൂ നിങ്ങളെ. അപ്പോൾ അതിൻ്റെയൊക്കെ കലാരൂപങ്ങളുടെ പേര് പഠിക്കുക. നമുക്ക് യൂണിറ്റ് 2ൻ്റെ 1ാമത്തെ പാഠമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് കളിവിളക്കിൻ തിരുനാളം എന്ന് പറയുന്ന പാഠമാണ്. ഇവിടെ ബാല്യത്തിൽ വിസ്മയാനുഭൂതികളാണ് ഓരോ കലയുടെയും തിരനോട്ടം. തിരശീല നീങ്ങുമ്പോൾ അരങ്ങിൽ ആട്ടവിളക്ക് തെളിയുന്നു. അതായത് നമ്മുടെ ഈ പാഠം എഴുതിയത് കലാമണ്ഡലം കുട്ടിക്കൃഷ്ണ നായരാണ്. കലാമണ്ഡലം രാമൻകുട്ടി നായരാണ്. കലാമണ്ഡലം പേര് മാറിപ്പോവില്ലേ, രാമൻകുട്ടി നായരാണ് കേട്ടോ. ഈ പാഠം എഴുതിയത് കളിവിളക്കിൻ തിരുനാളം എന്ന പാഠഭാഗം എഴുതിയത്. ഈ കലാമണ്ഡലം രാമൻകുട്ടി നായരുടെ ഒരു ആത്മകഥയാവും നിങ്ങൾ ഈ പാഠത്തിൽ പറയുന്നത് കേട്ടോ. ഒരു ആത്മകഥ എന്ന് വെച്ചാൽ എന്താ, സ്വന്തമായ എൻ്റെ കാര്യം ഞാൻ എഴുതുന്നതിനെയാണ് ആത്മകഥ എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഈ ആത്മകഥയിലെ ഒരു ഭാഗമാണ്, അദ്ദേഹത്തിൻ്റെ ആത്മകഥയിലെ ഒരു ഭാഗമാണ് നമ്മുടെ കളിവിളക്കിൻ തിരുനാളം എന്ന ഈ പാഠഭാഗം കേട്ടല്ലോ. കുട്ടിക്കാലത്ത് രാമൻകുട്ടി നായർ തൻ്റെ പ്രായമുള്ള കൂട്ടുകാരുമൊത്ത് കഥകളി കാണാൻ പോകുന്നതും അതിനുശേഷമുള്ള കാര്യങ്ങളുമാണ് നമ്മുടെ ഈ പാഠഭാഗത്തിൽ പഠിക്കാനുള്ളത്. ഓക്കെ ആണോ? അപ്പം നമുക്ക് പാഠത്തെ ചെറിയൊരു പാഠമാണ് നിങ്ങൾ കേട്ടിരിക്കണേ. കാരണം ഇതിനകത്തുനിന്ന് ഈ കഥ തന്നെയാണ് ഇതിൻ്റെ ആൻസറും കേട്ടോ. അതായത് ബാല്യത്തിൽ തന്നെ കഥകളി കാണാൻ വലിയ ഉത്സാഹമായിരുന്നു. മറ്റു കുട്ടികളെ പോലെ കളിവിളക്കിന് മുന്നിൽ തന്നെ വലിയ ഉത്സാഹത്തിൽ തിക്കിത്തിരക്കിയിരിക്കും. കഷ്ടിച്ച് കഥ തുടങ്ങാറാവുമ്പോഴേക്ക് ഉറങ്ങിയിട്ടുമുണ്ടാവും. എങ്കിലും അന്നത്തെ ചില കഥകളി വേഷങ്ങൾ എൻ്റെ മനസ്സിൽ മായാത്ത മുദ്ര പതിച്ചിട്ടുണ്ട്. പരോക്ഷമാണെങ്കിലും അതും പിൽക്കാലത്ത് എനിക്ക് പ്രചോദകമായിട്ടുണ്ടാകാം. അങ്ങനെ പറയാൻ കാരണമുണ്ട്. കുട്ടിക്കാലത്ത് ഞാൻ കണ്ട വേഷങ്ങളിൽ എൻ്റെ ഹഠാതാകരിച്ചെന്നാണ് കേട്ടോ. ഹഠാതാകരിച്ച് അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ നിങ്ങൾ? ഏതാണ്ട് ഞാനിവിടെ അർത്ഥം എഴുതി വെച്ചിട്ടുണ്ട്. അതായത് അർത്ഥം ഞാൻ ഒന്ന് പറയാം, എന്നാലും ഹഠാതാകർഷിച്ചെന്ന് വെച്ചാൽ കൂടുതൽ ആകർഷിച്ചതെന്നാണ് കേട്ടോ. കൂടുതൽ നമ്മളൊരു പരിപാടി കാണുമ്പോൾ കൂടുതൽ ആകർഷിക്കുന്ന എന്തെങ്കിലും നമുക്ക് കാണുമല്ലോ, അതാണ് അവിടെ ആ വാക്ക് ഉച്ചരിച്ചിരിക്കുന്നത് കേട്ടോ. ഹഠാതാകർഷിച്ചത് ഹനുമാൻ്റെ വേഷമാണ്. കുട്ടിക്കാലത്ത് ഞാൻ കണ്ട വേഷങ്ങളിൽ എന്നെ കൂടുതൽ ആകർഷിച്ചത് ഹനുമാൻ്റെ വേഷമാണ്. അതും തോരണ യുദ്ധത്തിലെ ഹനുമാനെയാണ്. ഏത് ഹനുമാനെയാണ്? തോരണ യുദ്ധത്തിലെ ഹനുമാനാണ്. അതിനോട് ബന്ധപ്പെട്ട ഒരു ചെറിയ സംഭവമാണ് ഇവിടെ. ഒരിക്കലേ ഉത്സവക്കളിക്ക് കൂട്ടുകാരുമൊത്ത് അരങ്ങിന് മുന്നിൽ ചെന്നിരുന്നു. കളി തുടങ്ങിയിരുന്നു. എന്തുകൊണ്ടോ ഒരു രസം എനിക്ക് തോന്നിയില്ല ഇത് കണ്ടോണ്ടിരുന്നപ്പോൾ അല്ലേ. ഞങ്ങളിൽ ചിലർ മെല്ലെ മെല്ലെ എഴുന്നേറ്റ് എന്ത് ചെയ്തു, ഈ അണിയറയിൽ എത്തി. അണിയറയുടെ വാതിൽപ്പാളിയിലൂടെ സൂക്ഷിച്ചകത്തോട്ടൊന്ന് നോക്കി. അപ്പോഴതാ അങ്ങേ തലയ്ക്കൽ ഒരു സാധനം അനക്കമറ്റവിടെ ഇരിക്കുക അല്ലേ. നിലവിളക്കിൻ്റെ മങ്ങിയ വെളിച്ചത്തിൽ അത് കണ്ണടച്ചാണോ തുറന്നാണോ ഇരുന്നിരുന്നതെന്ന് പോലും ഞങ്ങൾക്ക് വ്യക്തമായിരുന്നില്ല.
ആശാരി കോപ്പൻ എന്ന പേരിൽ പ്രശസ്തനായ കോപ്പൻ നായരുടെ ഹനുമാനായിരുന്നു അത് എന്ന് പിന്നീടാണ് മനസ്സിലായത്. ഏതായാലും ഞങ്ങൾക്ക് രസം മൂത്തു. വാതിൽ കുറേശ്ശെ തള്ളി തുറന്ന് അണിയറയുടെ ഉള്ളിലേക്ക് സംശയിച്ച് ഇങ്ങനെ നീങ്ങി തുടങ്ങി. ഓർക്കാപ്പുറത്താണ് ആ രൂപം പൊടുന്നനെ എഴുന്നേറ്റ് അമർത്തി 4 ചവിട്ടിയത് അല്ലേ. വേഷം ഏകദേശം അരങ്ങത്ത് പ്രവേശിക്കാറായി എന്ന് മനസ്സിലാക്കിയ ആശാൻ എഴുന്നേറ്റ് നിന്ന് കഥകളി സമ്പ്രദായത്തിൽ മടം പിടിച്ച്, ഇതിൻ്റെയൊക്കെ വാക്കിൻ്റെ അർത്ഥം ഞാൻ എഴുതിയിട്ടുണ്ട് കേട്ടോ, മടം പിടിച്ച് ഒരു ചുറുചുറുക്ക് വരുത്തിയതാണ്. പരിപാടി തുടങ്ങുന്നതിന് മുമ്പേ അദ്ദേഹം ഇങ്ങനെ ഇരുന്നിട്ട് തുടങ്ങാറായി എന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചാടി എഴുന്നേറ്റൊന്ന് തട്ടിക്കൊടന്നൊന്ന് എണീച്ചൊന്ന് 2 ചവിട്ടൊക്കെ ചവിട്ടെടുത്ത് എണീച്ചതാണ്. പക്ഷേ ഇത് ഞങ്ങൾക്കറിയത്തില്ലായിരുന്നു അദ്ദേഹം ആ പരിപാടി തുടങ്ങാറായി. അന്നേരം ചാടി എഴുന്നേറ്റ് തട്ടിക്കൊടയാന്നൊന്നും പുറകെ ഞങ്ങൾ നിൽപ്പുണ്ടായിരുന്നല്ലേ, ഞങ്ങൾക്ക് ഇതൊന്നും അറിയത്തില്ലായിരുന്നു. പേടിച്ചു വിരണ്ട ഞങ്ങൾ ഈ അണിയറയിൽ നിന്നും ഇരുട്ടിലേക്ക് പിന്തിരിഞ്ഞോടി. പുറയിലല്ല ഇരുട്ടാ, അപ്പം ഞങ്ങൾ അങ്ങോട്ട് ഓടിയല്ലേ. അണിയറയ്ക്കൊരു പ്രത്യേകതയുണ്ടായിരുന്നു. എന്താണെന്നറിയോ? അപരിചിതർ നേരെ ചൊവ്വേ വന്നിറങ്ങിയാൽ ഒരു പൊട്ട കുണ്ടിലാണ് വന്ന് ചാടുന്നത്. അറിയാതെങ്ങാണം ഈ അണിയറയ്ക്കകത്തിൽ ആരെങ്കിലും കയറിയാലേ അവർ ചെന്ന് പിന്നെ പുറകോട്ട് വീഴുന്ന എവിടെ ആയിരിക്കും? അവിടെ ഒരു പൊട്ട കുണ്ടുണ്ടെന്ന് വെച്ചാൽ ഒരു വലിയ കുഴിയുണ്ട്, അവിടെയാണ് വന്ന് ചാടുന്നത്. കാരണം വാതിൽ കടന്നാൽ ഒരു വശത്തേക്ക് തിരിഞ്ഞു വേണം ഇറങ്ങിപ്പോകാൻ. വാതിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വശത്തേക്ക് തിരിഞ്ഞു വേണം ഇറങ്ങിപ്പോകാൻ. ഇതറിയാതെ ഞങ്ങൾ അവിടുന്ന് ഓടി അല്ലേ. കൂട്ടത്തോടെ ചെന്ന് വീണതോ ആ വലിയ കുണ്ടിലായിരുന്നു അല്ലേ. അപ്പോഴും കച്ചമണികളുടെയും നോക്കണേ കുഞ്ഞുങ്ങളെ, അപ്പോഴും കച്ചമണികളുടെയും മടംപിടിയുടെയും ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. പ്രസ്തുത രൂപം ഞങ്ങളെ പിന്തുടർന്ന് ആക്രമിക്കുകയാണോ? കൊട്ടിപ്പിടഞ്ഞ് എണീറ്റോടാൻ ഞങ്ങൾ നോക്കി. സമാധാനം. വേഷം ഞങ്ങളുടെ പുറകെയല്ല, അരങ്ങത്തേക്കാണ് ഇറങ്ങിപ്പോകുന്നത്. കോപ്പൻ നായർ ഞങ്ങളെ ശ്രദ്ധിച്ചിട്ടേയില്ല. കാരണം കഥകളി അണിയറകളിൽ അത്യാവശ്യം കാഴ്ചക്കാരും കുട്ടികളും അവിടെ എത്തിയും പാളിയും നോക്കുന്നത് ഒരു സാധാരണ സംഭവമാണല്ലോ. ഇത്രയും ആയപ്പോഴേക്കും ഞങ്ങളുടെ ഉറക്കച്ചടവെല്ലാം തീർന്നു. കാരണം കുഴിക്കകത്ത് വീണപ്പം ഞങ്ങളുടെ ഉറക്കം വന്നപ്പോഴാണ് ഞങ്ങൾ അതേ കൂടെ അങ്ങ് ഇറങ്ങിപ്പോകാമെന്ന് വിചാരിച്ചിറങ്ങിയപ്പം അവിടെ ചെന്ന് എത്തി നോക്കിയപ്പോൾ ഈ രൂപം കണ്ട് പേടിച്ച് കൂടി മറിഞ്ഞ് വീണപ്പോൾ ഉറക്കം അങ്ങ് പോയി അല്ലേ. ഇനി എന്തായാലും കഥകളി കാണുക തന്നെ എന്ന് തീരുമാനിച്ചു. വീണ്ടും ഞങ്ങൾ അരങ്ങിന് മുമ്പിലെത്തി. അപ്പോഴേക്കും ഹനുമാൻ ആട്ടൻ തുടങ്ങിയിരുന്നു. അതിൽ രാക്ഷസന്മാരുമായുള്ള യുദ്ധ ചാബല്യങ്ങൾ എന്നെ വളരെ ആകർഷിച്ചു. യുദ്ധത്തിനിടയിൽ സ്റ്റേജിൽ മുൻകൂട്ടി തയ്യാറാക്കി വെച്ചിരുന്ന ഉങ്ങിൻ്റെ കൊമ്പ് പൊട്ടിച്ച് ഒരു മരത്തിൻ്റെ കമ്പാവും ഞങ്ങളെ ഉങ്ങെന്ന് പറയുന്നത് കേട്ടോ. ഈ ഉങ്ങിൻ്റെ കൊമ്പ് പൊട്ടിച്ച് രാക്ഷസനായിട്ട് വന്ന വേഷക്കാരെ ഈ ഹനുമാന് തലങ്ങും വിലങ്ങും ഈ കമ്പ് കൊണ്ട് അടിക്കുന്നതാണ് കേട്ടോ. അത് നല്ലപോലെ നോക്കണേ കുഞ്ഞുങ്ങളെ. അതായത് രാക്ഷസന്മാരുമായുള്ള യുദ്ധചാബല്യത്തിൽ അതെനിക്ക് വളരെയേറെ ആകർഷിച്ചു. യുദ്ധത്തിനിടയിൽ സ്റ്റേജിൽ മുൻകൂട്ടി തയ്യാറാക്കി വെച്ചിട്ടുള്ള ഉങ്ങിൻ്റെ, അതൊരു വടിയാട്ടോ, അതിൻ്റെ കമ്പ് മീൻസ് ഇവിടെ കൊമ്പ് അത് പൊട്ടിച്ചിട്ട് രാക്ഷസൻ്റെ വേഷം കെട്ടിയ ആൾക്കാരെ ഈ ഹനുമാൻ വന്ന് തലങ്ങും വിലങ്ങും അടിച്ചു. ഞങ്ങൾക്കത് ഇഷ്ടമായല്ലേ, രസം പിടിച്ചു. അതിനിടയിൽ ഈ ഉങ്ങിൻ്റെ കൊമ്പിലുണ്ടായിരുന്ന, നോക്കണേ കുഞ്ഞുങ്ങളെ, ഈ കമ്പ് വെച്ച് അടിക്കുന്നതിൻ്റെ ഇടയിൽ ആ ഉങ്ങിൻ കൊമ്പിൻ്റെ തുമ്പത്ത് ഒരു ഉങ്ങിൻകായ ഉണ്ടായിരുന്നു കേട്ടോ, ആ കമ്പിൻ്റെ അറ്റത്ത്. അത് നേരെ വന്ന് തെറിച്ച് എൻ്റെ മൂക്കിന്മേലാണ് തട്ടിയത്. ആരുടെയാ? കലാമണ്ഡലം രാമൻകുട്ടി നായരുടെ മൂക്കിലായിരുന്നു വന്ന് തട്ടിയത്. കലശലായ വേദന അനുഭവപ്പെട്ടു വന്നേരം. അപ്പോഴേക്കും കഷ്ടിച്ച് പുലരാറായി, പരിപാടി കഴിയാറായില്ലേ, പുലരാറായി. എണീറ്റ് വീട്ടിലേക്ക് നടന്നു. ആ വേദന പക്ഷേ കുറേ ദിവസം നീണ്ടു നിന്നു എന്നാണ് ഈ പാഠം. ഇത്രയേ ഉള്ളൂ. സംഭവം പിടികിട്ടിയല്ലോ. അപ്പോൾ ഇതിനകത്തിൽ ഒരൊറ്റ ക്വസ്റ്റ്യൻ ആൻസറായിട്ട് ഇതേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. ബാക്കിയൊക്കെ നമ്മൾ അനുഭവം പങ്കിടുക, വായനക്കുറിപ്പ് എഴുതുക എന്നൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഒരെണ്ണം നോക്കാം. കഥകളി കാണാൻ പോയ കുട്ടികൾക്കുണ്ടായ ഹൃദയസ്പർശിയായ അനുഭവങ്ങൾ പാഠഭാഗത്തു നിന്നും കണ്ടെത്തി പറയൂ എന്നാണ് ഒന്നാമത്തെ ചോദ്യം.
അപ്പം നമ്മൾ ഈ പാഠത്തിൽ ആദ്യമായിട്ട് പഠിക്കേണ്ടത് ആ ചിത്രത്തിലെ കലാരൂപങ്ങൾ ഏതൊക്കെയാണ്. ഇനി ആ കലാരൂപങ്ങൾ മാത്രമേ ഉള്ളൂ കുഞ്ഞുങ്ങളെ, അല്ലാതെയും ഉണ്ട് അല്ലേ. ഇവിടെ നോക്കിയേ, നമുക്കൊരു ഇൻട്രഡക്ഷൻ കൊടുക്കാം. അതായത് ആരാണ് എഴുതിയത്, ഏതൊരു പാഠം നമ്മൾ പഠിക്കുമ്പോഴും, അത് മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, ഈ 3 പാഠം പഠിക്കുമ്പോൾ അത് ആരാണ് എഴുതിയത് എന്നൊന്നറിയണം കേട്ടോ. ആ 3 വിഷയം പഠിക്കുമ്പോൾ കേട്ടോ. ബാക്കിയുള്ളതിലും ഉണ്ട്, സയൻസിനകത്തിലെ ഓരോന്നിലും ഇല്ലയോ. അതൊക്കെ നമുക്ക് ഇതിപ്പം മലയാളം നോക്കൂ നിങ്ങളെ. കലാമണ്ഡലം രാമൻകുട്ടി നായരുടെ ആത്മകഥയാണ് തിരനോട്ടം. കേട്ടോണേ, എന്നിട്ട് ഇതൊക്കെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. ഇതിനകത്തിലെ ക്വസ്റ്റ്യൻ ആൻസറുകൾ എഴുതാൻ ചോദിക്കുമ്പം നിങ്ങൾ അതിൻ്റെ ആദ്യത്തെ ഇൻട്രഡക്ഷൻ എന്ന് വെച്ചാൽ ആദ്യം എഴുതത്തില്ലേ, അത് ഇത് തന്നെ എഴുതിയാലുണ്ടല്ലോ നിങ്ങൾക്ക് ഫുൾ മാർക്കും കിട്ടും കേട്ടോ. കളിവിളക്കിൻ തിരുനാളം എന്ന പാഠത്തിലെ ക്വസ്റ്റ്യൻ ആൻസർ ചോദിക്കുമ്പോൾ നിങ്ങൾ ആദ്യമേ തന്നെ ഈ 3 പോയിന്റ് എഴുതാമെങ്കിലുണ്ടല്ലോ നിങ്ങൾക്ക് ഫുൾ മാർക്കും കിട്ടും. അതായത് കലാമണ്ഡലം രാമൻകുട്ടി നായരുടെ ആത്മകഥയാണ് തിരനോട്ടം. ഈ ആത്മകഥയിലെ ഒരു ഭാഗമാണ് ഏതാ, തിരനോട്ടം അല്ലേ. ഈ ആത്മകഥയിലെ ഒരു ഭാഗമാണ് കളിവിളക്കിൻ തിരുനാളം എന്ന പാഠം. വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ നിങ്ങളെ, ഞാൻ എഴുതിയത് ഉണ്ടല്ലോ. ഞാൻ അങ്ങനെ ഒരു കമൻറ്റ് കണ്ടു, എഴുതുന്നതിൽ തെറ്റുണ്ടെന്നോ. ഓക്കെ, ഇതിനകത്തൊക്കെ തെറ്റുണ്ടോ. ഈ ആത്മകഥയിലെ ഒരു ഭാഗമാണ് കളിവിളക്കിൻ തിരുനാളം എന്ന പാഠം. കുട്ടിക്കാലത്ത് രാമൻകുട്ടി നായർ തൻ്റെ പ്രായമുള്ള കൂട്ടുകാരുമൊത്ത് കഥകളി കാണാൻ പോകുന്നതും ശേഷമുള്ള കാര്യങ്ങളുമാണ് ഈ പാഠഭാഗത്തിൽ. ആ 3 വരി എളുപ്പമല്ലേ പഠിക്കാൻ. നിങ്ങൾ ആ നമ്പർ ഇട്ടൊക്കെ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് പഠിക്കാം കേട്ടോ. 1 നമ്പർ ഇട്ടിട്ട് വേണം ഇത് പഠിക്കാൻ കുഞ്ഞുങ്ങളെ. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് നമ്മൾ പഠിക്കുന്നത്. കലാമണ്ഡലം രാമൻകുട്ടി നായരുടെ ആത്മകഥയാണ് തിരനോട്ടം. ഇപ്പം തന്നെ അങ്ങ് പഠിച്ചു പോയിക്കോ. പിന്നെ ഈ ആത്മകഥയിലെ ഒരു ഭാഗമാണ് കളിവിളക്കിൻ തിരുനാളം എന്ന പാഠഭാഗം അല്ല എന്ന പാഠം. കുട്ടിക്കാലത്ത് രാമൻകുട്ടി നായർ തൻ്റെ പ്രായമുള്ള കൂട്ടുകാരുമൊത്ത് കഥകളി കാണാൻ പോകുന്നതും ശേഷമുള്ള കാര്യങ്ങളുമാണ് ഈ പാഠഭാഗം. ഓക്കെയാണോ? അപ്പോൾ ഈ ടെസ്റ്റിനകത്തിൽ നമുക്ക് 1 മാർക്കിനൊക്കെ ചോദിക്കാൻ പറ്റിയതാണ് കഥകളിയിൽ കലാമണ്ഡലം രാമൻകുട്ടി നായരെ ബാല്യകാലത്ത് ആകർഷിച്ച വേഷം ഏതാണ്. നമ്മൾ അല്ലേ ആ ടെസ്റ്റിനകത്തിൽ വായിച്ച ഏത് വേഷവും നിങ്ങളെ ഹനുമാൻ്റെ വേഷമാണ് അല്ലേ. അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഹനുമാൻ്റെ വേഷമാണ്. കലാമണ്ഡലം രാമൻകുട്ടി നായർക്ക് മൂക്കിൽ കലശലായ വേദന അനുഭവപ്പെട്ടത് എന്തുകൊണ്ടാണ്? ആ ഉങ്ങിൻ്റെ കുരു മൂക്കിൽ തട്ടിയത് കൊണ്ടാണ് അല്ലേ. അവിടെ ഹനുമാൻ രാക്ഷസന്മാരെ ഇങ്ങനെ ഉങ്ങിൻ്റെ കമ്പ് കൊണ്ട് അടിച്ചപ്പോൾ ആ കമ്പിൻ്റെ തുമ്പത്ത് എന്തുണ്ടായിരുന്നു, ഒരു കുരു ഉണ്ടായിരുന്നു അല്ലേ. ആ കുരു വന്നിട്ട് നമ്മുടെ രാമൻകുട്ടി നായരുടെ മൂക്കിലായിരുന്നു വന്ന് തട്ടിയത്. അത് പക്ഷേ ചെറുതാണെങ്കിലും നമ്മുടെ മൂക്കിൻ്റെ മർമ്മഭാഗത്തൊക്കെ വന്ന് അടിച്ചാൽ നമുക്ക് വേദന എടുക്കും അല്ലേ. അതായിരുന്നു. അപ്പം നോക്കിക്കേ, ഇതിനകത്തിലെ ചെറിയ ചെറിയ മീനിങ്ങുകളൊക്കെ അറിഞ്ഞിരിക്കണേ. എൻ്റെ കുണ്ട് മീൻസ് കുണ്ടെന്ന് വെച്ചാൽ കുഴി എന്നാണ്. മുദ്ര എന്ന് വെച്ചാൽ അടയാളം എന്നാണ്. പരോക്ഷം എന്ന് വെച്ചാൽ പ്രത്യക്ഷം എന്നാണ്. കലശൽ എന്ന് വെച്ചാൽ ശക്തമായിട്ട്. കളിവിളക്ക് എന്ന് വെച്ചാൽ കഥകളിക്ക് കത്തിച്ചു വെക്കുന്ന വിളക്ക് എന്നാണ് കേട്ടോ. അത് മാത്രമല്ല ഇവിടെയുണ്ട് കുഞ്ഞുങ്ങളെ മടം പിടിച്ച്. ഇവിടെ മടം പിടിച്ച് എന്ന് പറഞ്ഞാൽ ഉപ്പൂറ്റി അമർത്തി ചവിട്ടി. അവർ ചെന്ന് നോക്കി പാത്ത് ചെന്ന് നോക്കിയപ്പോഴേ ഈ ഇരുന്ന ആൾ എന്ത് ചെയ്തു, ചാടി എഴുന്നേറ്റ് എന്ത് ചെയ്തു, കാല് വെച്ച് 2 അടി അടിച്ചെന്ന് നമ്മൾ പറഞ്ഞില്ലേ. ഉപ്പൂറ്റി അമർത്തി ചവിട്ടി, അതിനാണ് മടം പിടിച്ച് എന്ന് പറയുന്നത്. പിന്നെ ഹഠാതാകർഷിച്ചത്, അത് നമ്മൾ പറഞ്ഞല്ലേ, കൂടുതൽ ആകർഷിച്ചതിൻ്റെ വേറൊരു വാക്കാവും ഞങ്ങളെ ഹഠാതാകർഷിച്ചത്. രംഗസ്ഥർ എന്ന് വെച്ചാൽ രംഗത്തുള്ളവർ, ആ കളി കാണുന്ന ആൾക്കാരില്ലേ, രംഗസ്ഥർ. സാന്ത്വനം എന്ന് വെച്ചാൽ ആശ്വാസം. പരോക്ഷം എന്ന് വെച്ചാൽ മറവ്. വാതായനം എന്ന് വെച്ചാൽ വാതില്. യവന നാടകവേദി എന്ന് വെച്ചാൽ ഒരു ഗ്രീക്ക് നാടകവേദി എന്നൊക്കെയാണ്. ഇത് റഫായിട്ടൊന്ന് അറിഞ്ഞിരിക്കണേ കേട്ടോ. ഇത്രയും. അപ്പോൾ ഇതിനകത്തിലെ ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് നോക്കാം. ഈ ഒരൊറ്റ ഒരെണ്ണം നല്ലതുപോലെ അങ്ങ് പഠിക്കണം. ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് വേണം ഈ പാഠത്തിലെ വേറെ എന്ത് വേണമെങ്കിലും നിങ്ങൾ പഠിക്കാൻ. നോക്കിയേ, കഥകളി കാണാൻ പോയ കുട്ടികൾക്കുണ്ടായ ഹൃദയസ്പർശിയായ അനുഭവങ്ങൾ എന്തെല്ലാം? നിങ്ങൾക്ക് നമ്പറിട്ടോ, ഞാൻ പഠിപ്പിക്കുമ്പോൾ പിള്ളേർക്ക് പറയുന്നത് എന്താ പറയുക, നമ്പറിട്ട് പഠിക്കുമ്പോഴേ നമ്പറിട്ടിട്ട് വലിയതായിട്ട് എഴുതി പഠിക്കുമ്പം നമുക്ക് ആ വാക്കുകൾ നമ്മുടെ മനസ്സിൽ നിൽക്കുകയും ചെയ്യും. അപ്പോൾ ആ 2ാമത്തെ വാരി എന്തുമായിരിക്കും, 3ാമത്തെ ഇങ്ങനെ പഠിക്കുമ്പോൾ ഉണ്ടല്ലോ ഓരോരുത്തരും ഓരോ രീതിയാണ്. പിന്നെ ചില കുട്ടികൾക്ക് ഓരോരുത്തർക്കും ഓരോ രീതിയാണ് നിങ്ങളെ. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി എളുപ്പം കുട്ടികൾ അപ്പോൾ അത് പഠിക്കുന്നുണ്ടെന്ന് കേട്ടോ. പിന്നെ മനസ്സിലാക്കി പഠിക്കുന്നവർ അങ്ങനെയും പഠിക്കും കേട്ടോ. ഒരു എളുപ്പ വഴി ഞാൻ പറഞ്ഞതാ എന്ന് വെച്ചാൽ
നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. ഓക്കെ, കലാമണ്ഡലം രാമൻകുട്ടി നായരുടെ ബാല്യകാലത്തെ അനുഭവമാണ് ഇവിടെ വിവരിക്കുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ നിങ്ങളെ, ഞാൻ ആദ്യമേ ഒരു 3 വരി പറഞ്ഞായിരുന്നല്ലോ. നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ആ 3 വരി എഴുതിയിട്ട് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഴുതിയാലും മതി. മനസ്സിലായില്ല? ആ 3 വരി മസ്റ്റാണ് കേട്ടോ, അതങ്ങ് എഴുതണേ. അപ്പോൾ നോക്കിയേ, കലാമണ്ഡലം രാമൻകുട്ടി നായരുടെ ബാല്യകാലത്തെ അനുഭവമാണ് ഇവിടെ വിവരിക്കുന്നത്. കളിവിളക്കിൻ തിരുനാളം എന്ന പാഠഭാഗത്തിൽ കഥകളി കാണാനെത്തിയ കുട്ടികൾക്ക് ഹൃദയസ്പർശിയായ നിരവധി അനുഭവങ്ങൾ ഉണ്ടായി. അരങ്ങിലെ കളിയിൽ രസം തോന്നാതെ വന്ന കുട്ടികൾ അണിയറയിലേക്ക് ഒളിഞ്ഞു നോക്കുന്നിടത്താണ് ഈ അനുഭവങ്ങളുടെ തുടക്കം കേട്ടോ. കലാമണ്ഡലം രാമൻകുട്ടിയാരുടെ ബാല്യകാലത്തെ അനുഭവമാണ് ഇവിടെ വിവരിക്കുന്നത്. കളിവിളക്കിൻ തിരുനാളം നമ്മുടെ പാഠത്തിൻ്റെ പേരാണ്. എന്ന പാഠഭാഗത്തിൽ കഥകളി കാണാനെത്തിയ കുട്ടികൾക്ക് നിരവധി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഹൃദയസ്പർശിയായെന്ന് വേണമെങ്കിൽ വായിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കോ എഴുതാൻ ബുദ്ധിമുട്ടോ അത് വേണ്ടി ഒഴിവായിട്ട് നിരവധി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലേ. ഈ അരങ്ങിലെ കളിയിൽ രസം തോന്നാതെ വന്ന കുട്ടികൾ എന്ത് ചെയ്തു? അണിയറയിൽ നിന്നും എന്ത് ചെയ്തു? ഒളിഞ്ഞു നോക്കുന്നിടത്താണ്, അണിയറയിലേക്ക് ഒളിഞ്ഞു നോക്കുന്നിടത്താണ് ഈ അനുഭവങ്ങളുടെ തുടക്കം. ഏതാ? മങ്ങിയ വെളിച്ചത്തിൽ അനങ്ങാതെ ഇരിക്കുന്ന ഹനുമാന്റെ വേഷം അവരിൽ ഒരേ സമയം കൗതുകവും ഭയവും നിറച്ചു. എന്ന് വെച്ചാൽ അതേ രീതിയിലാണ് ഒരുക്കി വെച്ചിരിക്കുന്നത്. അവർക്കെന്താ അത് കണ്ടപ്പോൾ കൗതുകവും തോന്നി, അതുപോലെ തന്നെ ഭയവും തോന്നി അല്ലേ. ആ രൂപം പെട്ടെന്ന് എഴുന്നേറ്റ് അരങ്ങിലേക്ക് പ്രവേശിക്കാൻ തയ്യാറെടുത്തപ്പോൾ അത് തങ്ങളെ ആക്രമിക്കാൻ വരികയാണെന്ന് തെറ്റിദ്ധരിച്ച് അവർ ഭയന്ന് ഓടി. അണിയറയുടെ പുറകിലുള്ള കുഴിയിൽ അവർ വീണെങ്കിലും അത് തങ്ങളെ ശ്രദ്ധിക്കാതെ അരങ്ങിലേക്ക് പോവുകയാണെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് അവർക്ക് സമാധാനമായത്. എന്നാൽ അത് പ്രശസ്തനായ കോപ്പൻ നായർ ഹനുമാൻ വേഷം കെട്ടിയിരിക്കുകയാണെന്ന് പിന്നീടാണ് അവർക്ക് ബോധ്യമായത്. വരിതിരിച്ച് വൃത്തിയായിട്ട് പഠിക്കണേ കുഞ്ഞുങ്ങളെ കേട്ടോ, വായിക്കാൻ അറിയണേ. മങ്ങിയ വെളിച്ചത്തിൽ അനങ്ങാതെ ഇരിക്കുന്ന ഹനുമാന്റെ വേഷം അവരിൽ ഒരേ സമയം കൗതുകവും ഭയവും നിറച്ചു. ആ രൂപം പെട്ടെന്ന് എഴുന്നേറ്റ് അരങ്ങിലേക്ക് പ്രവേശിക്കാൻ തയ്യാറെടുത്തപ്പോൾ അത് തങ്ങളെ ആക്രമിക്കാൻ വരികയാണെന്ന് തെറ്റിദ്ധരിച്ച് അവർ ഭയന്ന് ഓടി. അണിയറയുടെ പിറകിലുള്ള കുഴിയിൽ അവർ വീണെങ്കിലും അത് തങ്ങളെ ശ്രദ്ധിക്കാതെ അരങ്ങിലേക്ക് പോവുകയാണെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് അവർക്ക് സമാധാനമായത്. എന്നാൽ അത് പ്രശസ്തനായ കോപ്പൻ നായർ ഹനുമാൻ വേഷം കെട്ടിയിരിക്കുകയാണെന്ന് പിന്നീടാണ് ബോധ്യമായത്. ഭയത്തിന് കാരണക്കാരനായ അതേ ഹനുമാൻ അരങ്ങിൽ നിറഞ്ഞാടുന്നത് അവർ അത്ഭുതത്തോടെ നോക്കിയിരുന്നു. അവരാ മുറിക്കാത്തിൽ കണ്ട ഹനുമാന് സ്റ്റേജിൽ വന്നപ്പോൾ എങ്ങനെയാ നിറഞ്ഞാടുകയല്ലേ. അവർക്ക് അന്നേരം അത്ഭുതത്തോടെ നോക്കിയിരുന്നു അവർ. യുദ്ധത്തിനിടയിൽ ഹനുമാന് ഉങ്ങിൻ കൊമ്പുണ്ട് കേട്ടോ. ആ പേര് നോക്കണം നിങ്ങളെ, ഉങ്ങെന്നാണ് കേട്ടോ. അപ്പോൾ നോക്കൂ ഞങ്ങൾ ഇവിടെ യുദ്ധത്തിനിടയിൽ ഹനുമാൻ ഉങ്ങിൻ കൊമ്പ് ഒടിച്ച് അടിക്കുമ്പോൾ അവർക്കത് രസമായിട്ട് തോന്നി. ആ കൂട്ടത്തിൽ കൊമ്പിലുണ്ടായിരുന്ന ഒരു ഉങ്ങിൻകായ തെറിച്ച് കഥാനായകൻ്റെ മൂക്കിൽ തട്ടിയത് അവർക്ക് മറക്കാൻ ആവാത്ത മറ്റൊരനുഭവമായിരുന്നു. ഈ അനുഭവങ്ങളാണ് പിന്നീട് രാമൻകുട്ടി നായർക്ക് കലാരംഗത്ത് പ്രചോദനമായത് എന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ. കൂടുതൽ എന്ന് വെച്ചാൽ പിന്നീടെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുഭവങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, വായനാക്കുറിപ്പ് തയ്യാറാക്കാനെന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ആൻസർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ പഠിച്ചാൽ ഇതിനകത്തിൽ ഏത് ചോദിച്ചാലും എനിക്ക് തോന്നുന്നു എഴുതാൻ പറ്റുമെന്നല്ലേ. ഈ ടെസ്റ്റ് നല്ലപോലെ വായിച്ചാലും നമുക്ക് ഈ പാഠത്തിലെ ക്വസ്റ്റ്യൻ ആൻസർ ഏത് ചോദിച്ചാലും എഴുതാൻ പറ്റും കേട്ടോ. നിങ്ങൾ ഇങ്ങനെ തന്നെ പഠിച്ചെഴുതണമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ നല്ലതുപോലെ ടെസ്റ്റും അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ആൻസറും 2-3 വട്ടം അങ്ങ് വായിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറേയൊക്കെ മനസ്സിലാകും നിങ്ങളെ സംഭവം എന്തോ അത് പിടികിട്ടും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അക്ഷരത്തെറ്റില്ലാതെ ആൻസർ എഴുതാൻ പഠിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പം വൃത്തിയായിട്ട് പഠിക്കണേ കുഞ്ഞുങ്ങളെ. നമുക്ക് അടുത്ത പാഠവുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ കുഞ്ഞുങ്ങളെ, താങ്ക് യു.